നമ്മൾ വ്ലോഗ് ചെയ്ത ചരിത്രം കുറവാണ്, കാരണം സമയം കിട്ടാറില്ല അത് തന്നെ. അപ്പോൾ ഇന്ന് സൺഡേ ആയപ്പം നമുക്ക് വിചാരിച്ച് താമരക്കുളത്ത് പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയപ്പം ഒരു 5:30-6 മണിയായി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രാത്രി പോകാനാണ് അവിടെ രസം, കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് അവിടെ പാർക്കിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവന്തിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അടിപൊളി കളിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയല്ലോ അവർക്ക്. അപ്പം ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതേപോലെ സ്വിമ്മിംഗ് പൂളും ഒക്കെ കാണാം. നല്ല വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന താമരക്കുളമാണ് കേട്ടോ. താമരക്കുളത്ത് റെയിൻബോ വാട്ടർഫോൾസ്. അപ്പോൾ വൈകുന്നേരമൊക്കെ അടിപൊളിയായിട്ട് പോയിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 30 രൂപയാണ്, കുട്ടികൾക്ക് 20 രൂപ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ചുമ്മാ ഒന്ന് പോയിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാനും പിള്ളേരുമായിട്ട് കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ പോയി എൻജോയ് ചെയ്യാം. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ചുമ്മാ അങ്ങനെ കറങ്ങാനൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല, കാരണം അടുപ്പിച്ച് 2 കുട്ടികളായതുകൊണ്ട് എല്ലാം ഭയങ്കര പാടായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തത് കാരണം നമുക്കങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായ ശേഷമാണിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതും പിള്ളേരെയും കൊണ്ട്. അത് വേറൊരു ലൈഫാണ് കേട്ടോ. അടിപൊളിയാണ് പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര പോകുന്നതും കാറിൽ പോകുന്നതും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതും ഒക്കെ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഞാനും ഏട്ടനും ഇപ്പോൾ നല്ല തിരക്കായത് കാരണം സൺഡേ ആണ് എങ്ങോട്ടേലുമൊക്കെ ഒന്ന് ഇറങ്ങാറ്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യമുള്ളവർ, താമരക്കുളമാണ് സ്ഥലം. യൂട്യൂബിൽ അങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓൺ വോയിസ് വീഡിയോസും ഞങ്ങളുടെ വ്ളോഗ്സും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും.